ചോക്കേറ്റ് കുട്ടി മരിച്ച സംഭവത്തിൽ സ്കൂൾ അധികൃതർക്കും KSEBക്കും ഒരുപോലെ വീഴ്ചയുണ്ടായിട്ടുണ്ടെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. അതുകൊണ്ടാണ് സ്കൂളിനെതിരെ ഇത്രയധികം പ്രതിഷേധം ഉയർന്നതെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ഇത് കുറ്റവാളികളെ രക്ഷിക്കുവാനും വേണ്ടിയുള്ള ശ്രമങ്ങളാണ് തുടക്കം മുതൽ നടക്കുന്നു എന്നാണ് നാട്ടുകാരുടെ പരാതി. അതുകൊണ്ട് 13 വയസ്സായ ഒരു കുഞ്ഞ് മിഥുൻ എന്ന 13 വയസ്സായ 8ാം ക്ലാസ് വിദ്യാർത്ഥി തീർച്ചയായും ഒരു ദാരുണമായ അന്ത്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ സംഭവം ഇനി ഒരിക്കലും നമ്മുടെ ഒരു സ്കൂളിൽ ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തീർച്ചയായും ഈ സംഭവം അതീവ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് നടപടി എടുക്കണം, അടിയന്തരമായി നടപടിയെടുക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ രക്ഷകർത്താക്കളും നാട്ടുകാരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധി എന്ന നിലയിൽ, പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഇവിടെ സംഭവസ്ഥലത്ത് വന്ന് നേരിട്ട് കണ്ടപ്പോൾ എനിക്കും ബോധ്യമായി ഇത് വലിയ അതീവ ഗുരുതരമായ വീഴ്ചയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ ഇലക്ട്രിസിറ്റി ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഇവരെ വെള്ളപൂശാനുള്ള ശ്രമം ആര് നടത്തിയാലും അത് നാട്ടുകാർ അനുവദിക്കില്ല, ഇവിടുത്തെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും അനുവദിക്കില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ആരും അത് അനുവദിക്കില്ല. അതുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ മുന്നിൽ ഈ സംഭവം ഉണ്ടായ മുതൽ ഇതുവരെയും അതിശക്തമായ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്.